3 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസം. ഇടവക പള്ളിയും പരിസരവുമാകെ ആളും ബഹളവും നിറഞ്ഞിരുന്നു. പാർക്കിംഗ് ഏരിയ കവിഞ്ഞതോടെ വാഹനങ്ങൾ റോഡരികും കൈയടക്കിയിരുന്നു. എന്തുവാടേ, കെട്ടും കഴിഞ്ഞ് സൈഡായിട്ട് നീ കണ്ണാടിയൊന്നും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ വലിയ കഷ്ടമാ. മുറിയിലെ വലിയ നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സാരിയുടെ പ്ലേറ്റ് ശരിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് പരാതി പോലെ കീർത്തി പറഞ്ഞതും ആമി പല്ല് മുഴുവനും കാണിച്ച് വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. മെറൂണിൽ ഗോൾഡൻ വർക്ക് വരുന്നൊരു പട്ടുസാരിയായിരുന്നു അവളുടെ വേഷം. അതിന് മാച്ചിങ് ആയിട്ടൊരു നെക്ക് പീസും 2 വളകളും വലിയ ജിമിക്കിയുമായിരുന്നു ആഭരണങ്ങളായി ഉണ്ടായിരുന്നത്. ആ വേഷത്തിൽ അവൾ പതിവിലുമേറെ സുന്ദരിയായിരുന്നു. എങ്ങനെയുണ്ട്? ബെഡിലിരിക്കുകയായിരുന്നവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഉള്ളത് പറയാലോ ചേച്ചി, പരമ ബോറായിട്ടുണ്ട്. റോണയുടെ കമന്റ് കേട്ടതും കീർത്തിയും ജാസ്മിനും ജെസ്സിയും എല്ലാം ചേർന്ന് ഒരു പൊട്ടിച്ചിരി കൂടി പാസാക്കി. അതോടെ ആമിയുടെ മുഖം കൂർത്തു. അല്ലേലും നീയൊക്കെ അങ്ങനെ പറയൂ. നിന്നോടൊക്കെ ചോദിച്ച എന്നെ പറഞ്ഞാൽ മതി. അതെ അതെ, കോറസ് പോലെ പറഞ്ഞു. ഹലോ ഹലോ മേഡം, എന്താണാവോ ഇവളുമാരുടെ കൂടെ കൂടിയിരുന്ന് ഡയലോഗ് വിടുന്നത്? അവളുമാർക്ക് കെട്ടാത്തതിൻ്റെ തിളപ്പാണെന്ന് വിചാരിക്കാം. മേഡത്തിനോ? കീർത്തിക്കും ജാസ്മിനും റോണയ്ക്കും ഒപ്പമിരുന്ന് കളിയാക്കി ചിരിക്കുന്ന ജെസ്സിയെ നോക്കി പുച്ഛിച്ചുകൊണ്ടായിരുന്നു ആമിയുടെ ചോദ്യം. അത് പിന്നെ ഒരവസരം കിട്ടിയപ്പോൾ. ഉവ്വ. ആ പിന്നെ നീയും കൂടുതൽ വിളച്ചിലെടുക്കേണ്ട കേട്ടോ. ഇന്നൂടെ കഴിഞ്ഞാൽ നീ ഇവളുമാരുടെ ക്ലബ്ബിൽ നിന്ന് ഔട്ടാ. പിന്നെ നീ ഞങ്ങളുടെ ക്ലബ്ബിലാ. കെട്ട് കഴിഞ്ഞ് സൈഡായ ക്ലബ്ബ്. കേട്ടോടി വെള്ളപ്പാറ്റെ. ഒരുങ്ങി റെഡിയായിരിക്കുന്ന ജാസ്മിൻ്റെ കവളിൽ ഒരു കുത്തു കൊടുത്തുകൊണ്ട് ആമി പറഞ്ഞതും ജാസ്മിൻ ചുണ്ടു പിളർത്തി അവളെ നോക്കി. അത് കണ്ടതും ആമിയുടെ ഒരു വിജയസ്മിതം തെളിഞ്ഞു. എന്തുവാടി പിള്ളേരെ എല്ലാം കൂടെ ഇതിനകത്ത്? ഇതുവരെ ഒരുക്കം കഴിഞ്ഞില്ലയോ? അവിടെ പെണ്ണിനെ കാണാൻ എല്ലാവരും കിടന്ന് കയറ് പൊട്ടിക്കുക. വേഗം വന്നേ താഴോട്ട്. പെൺപിള്ളേരെ കാണാതെ തിരക്കി വന്ന റൂബി ഒച്ച വെച്ചതും എല്ലാം ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ കിടന്ന് ഒരു റൗണ്ട് ഗുസ്തി കൂടി കഴിഞ്ഞ് റൂബിക്ക് പുറത്തേക്ക് ഓടി. മുറിക്ക് മുന്നിലെ നീളൻ വരാന്തയിലേക്ക് ഇറങ്ങിയതും ആമിയുടെ കണ്ണുകൾ പള്ളിമുറ്റത്തെ തുറസായ ഇടങ്ങളിലേക്ക് പാളി വീണു. നിരനിരയായി പാർക്ക് ചെയ്തേക്കുന്ന വാഹനങ്ങൾക്കിടയിലൂടെ പരിചിതമായ ഒന്നിനെ തിരയുമ്പോൾ സ്വയം അറിയാതെ അവളുടെ മിഴികൾ സജലങ്ങളായിരുന്നു. കടന്നുപോയ 3 മാസങ്ങളെ ഓർമ്മിപ്പിക്കും വിധം അവ കവിഞ്ഞൊഴുകാൻ വെമ്പിയെങ്കിലും അതിനെ അനുവദിക്കാതെ ആമിയത് വിരൽത്തുമ്പിനാൽ ഒപ്പിയെടുത്തു. 3 മാസങ്ങൾ ചെറിയൊരു കാലയളവായിരുന്നെങ്കിൽ പോലും അതിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചിരുന്നു. നന്ദൻ്റെ വല്ലായ്മകളൊക്കെ മാറി വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു. അതോടെ ആമി കോളേജിൽ പോയി തുടങ്ങിയെങ്കിലും റയാനില്ലാത്തതുകൊണ്ട് താമസം നന്ദൻ്റെയും പൂർണിമയുടെയും ഒപ്പം തന്നെയായിരുന്നു. ഇടയ്ക്കൊക്കെ വില്ലയിൽ പോയി വരാറുണ്ടെന്നല്ലാതെ അവൾ അവിടെ താമസിക്കാറില്ല. കളരിക്കൽ നിന്ന് റൂബിയും പോളും റോണയുമൊക്കെ അവളെ കാണാനായി മതിലകത്തേക്ക് വരാറുണ്ടെങ്കിലും ആരും അവളെ ഒന്നിനും നിർബന്ധിച്ചതേയില്ല. എങ്കിലും ആ വരവുകൾ കുടുംബങ്ങൾ തമ്മിലുള്ള അലോസരങ്ങൾക്ക് മേൽ അയവ് വരുത്തുന്നത് തന്നെയായിരുന്നു. നന്ദൻ്റെയും പൂർണിമയുടെയും മാറ്റങ്ങൾ പോളും കുടുംബവും തിരിച്ചറിഞ്ഞെങ്കിലും അത് കാലക്രമം കൊണ്ട് സംഭവിച്ച ഒന്നാണെന്ന് മാത്രമായിരുന്നു അവളുടെ ചിന്ത. പക്ഷേ അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ടെന്നത് അവർക്കെല്ലാം അന്യമായിരുന്നു. താമസം മതിലകത്താണെങ്കിൽ പോലും ആമി ഇടയ്ക്കൊക്കെ വില്ലയിലേക്ക് പോയി അവിടെ വൃത്തിയാക്കാറും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന പേരറിയാത്ത വികാരം അവളിൽ നേർത്തൊരു പുഞ്ചിരിയായി രൂപാന്തരം പ്രാപിച്ചിരുന്നു. അതിനിടയിൽ സ്റ്റെഫിൻ്റെയും ജാസ്മിൻ്റെയും വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. ജാസ്മിൻ പഠനമൊക്കെ കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നാണ് സ്റ്റെഫിൻ പറഞ്ഞതെങ്കിലും നിശ്ചയം നടത്തി വെക്കണമെന്നുള്ളത് ഇരുവരുടെയും കുടുംബങ്ങളുടെ തീരുമാനമായിരുന്നു. ആ നിലയ്ക്ക് ചൂട് പിടിച്ച ചർച്ചകൾക്കൊടുവിൽ വിവാഹത്തിലേക്ക് എത്തി നിൽക്കാൻ പോളും ഒരു കാരണം തന്നെയായിരുന്നു. ഒടുവിൽ സ്റ്റെഫിനും ജാസ്മിനും പോലും ആ തീരുമാനത്തിന് വഴങ്ങേണ്ടി വരികയായിരുന്നു. ഇതിലെല്ലാം മുകളിൽ എടുത്തു പറയേണ്ട മാറ്റമുണ്ടായത് റയാൻ്റെയും ആമിയുടെയും ജീവിതത്തിൽ തന്നെയായിരുന്നു. ബിസിനസ് മീറ്റിൻ്റെ പേരും പറഞ്ഞ് മസ്കറ്റിലേക്ക് പോയ റയാൻ അത് കഴിഞ്ഞിട്ടും തിരികെ വരാതെ അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയാണുണ്ടായിരുന്നത്. കളരിക്കൽ നിന്നെല്ലാവരും മാറി മാറി സംസാരിച്ചിട്ടും ജീവിതത്തിലൊരു മാറ്റം വേണമെന്ന് തോന്നിയത് മാത്രമായിരുന്നു അവൻ്റെ മറുപടി. താനുമായി ബന്ധപ്പെട്ട എന്തോ ഒന്ന് തന്നെയാണ് അവൻ്റെ ഈ മാറ്റത്തിന് പിന്നിലെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ പോലും അതാരോടും പറയാനോ അവനെ ബന്ധപ്പെടാനോ ഈ നാളുകൾക്കിടയിലൊന്നും ആമിയും ശ്രമിച്ചിരുന്നില്ല. ചോദിക്കാതെ തന്നെ റൂബിയിൽ നിന്നും റോണയിൽ നിന്നും അറിയുന്ന കാര്യങ്ങൾക്കപ്പുറം ആമിയിലേക്കെത്താൻ റയാനും ശ്രമിച്ചിരുന്നില്ല. എന്നാലിന്ന് സ്റ്റെഫിയുടെയും ജാസ്മിൻ്റെയും ഒത്തുചേരലിനൊപ്പം തങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ പിറവിയെടുക്കുകയാണ്. നാളുകളായുള്ള കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ട് റയാൻ തിരികെ വരുന്ന ദിവസം കൂടിയാണെന്ന് അതോർക്കവെ ആമിയിൽ നിന്നുമൊരു നെടുവീർപ്പുയർന്നു. എന്തിനോ ഹൃദയമൊന്നു പിടഞ്ഞു. നീ എന്തുവാ പെണ്ണെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നത്? താഴെ ചെറുക്കൻ കൂട്ടർ വന്നു. ഒരുമിച്ചിറങ്ങിയവളെ പാതി വഴിയിലെത്തിയപ്പോൾ കാണാതായി അറിഞ്ഞ് തിരക്കി വന്ന ജെസ്സി തിടുക്കം കൂട്ടി. ഞാൻ പിന്നെ നിന്ന് വിൽക്കാതെ വാ പെണ്ണെ.
ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ നിന്ന് നല്ല 2 ഫോട്ടോ എടുത്തിനെ, പിന്നെ ഈ കെട്ടി കഴിഞ്ഞതൊക്കെ എന്നാത്തിനാ? ജെസ്സി അവളുടെ കൈയും പിടിച്ച് താഴേക്ക് ഓടി. അവർ താഴെ എത്തുമ്പോൾ സ്വീകരണമൊക്കെ കഴിഞ്ഞ് ചെറുക്കനും കൂട്ടരും പള്ളിക്കകത്തേക്ക് കയറിയിരുന്നു. ഉള്ളിൽ നിന്ന് പ്രാർത്ഥനയും കൊയർ ഗ്രൂപ്പിൻ്റെ പാട്ടുമൊക്കെ തുടങ്ങി. വാ, ഇനി ഉടനെ ജാസ്മിനെ കൊണ്ടുവരണം, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ജെസ്സി പറഞ്ഞത് കേട്ട് പുറത്തെവിടെയോ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്ന ജാസ്മിൻ്റെ അരികിലേക്ക് നടക്കുമ്പോഴും ആമിയുടെ കണ്ണുകൾ പ്രവേശന കവാടത്തിലേക്ക് പായുന്നുണ്ടായിരുന്നു. തലമൂത്ത ആരോ വന്ന് പെണ്ണിനെ അകത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞതും മനോഹരമായ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ബുക്കയൊക്കെ കയ്യിൽ പിടിച്ച് ജാസ്മിൻ റെഡിയായി. അവളുടെ ഇരുവശത്തുമായി അവളുടെ ചേച്ചി ജാൻവിയും ആമിയും പൂർണിമയും റോണയും ജെസ്സിയും സ്ഥാനം പിടിച്ചിരുന്നു. വെള്ള നിറത്തിലുള്ള മനോഹരമായ ഗൗണണിഞ്ഞ് മനോഹരിയായി ഒരുങ്ങിയ ജാസ്മിൻ്റെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകൾക്ക് സൗകര്യമൊരുക്കും വിധം സാവധാനമായിരുന്നു അവർ പള്ളിക്കകത്തേക്ക് നീങ്ങിയത്. ഇച്ചേച്ചി, ചാച്ചൻ പള്ളിക്ക് മുന്നിലെത്തി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരുന്നു അത്യാഹ്ലാദം നിറഞ്ഞ റോണയുടെ സ്വരമുയർന്നത്. ഒരു നിമിഷം ഉടലാകെയൊന്ന് കോരിത്തരിക്കും പോലെ തോന്നിയതും ആമി പിടച്ചിലോടെ ചുറ്റുപാടും പരതി. എവിടെ? ദോ അവിടെ. റോണ ചൂണ്ടിയിടത്തേക്ക് നോക്കിയതും താനിവിടെ തളർന്നു വീണു പോകുമോ എന്നുപോലും തോന്നിപ്പോയി ആമിക്ക്. 3 മാസങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ അവളെ അത്രമേൽ വികാരാധീനയാക്കിയിരുന്നു. അത്രയും വലിയൊരു ആൾക്കൂട്ടത്തിനിടയിലും റയാൻ്റെ കണ്ണുകളും അവളിൽ മാത്രം തറഞ്ഞു നിന്നിരുന്നു. റോബിനെയും പോളിനെയും ഒക്കെ പോലെ സ്വർണ്ണ നിറമുള്ള കുർത്തയും കസവും മുണ്ടുമണിഞ്ഞ് നെഞ്ചു വിരിച്ചു നിൽക്കുന്നവനെ ആദ്യം കാണും പോലെ ആമി നോക്കിക്കണ്ടു. അതിനിടയിൽ ഒഴുക്കിനൊപ്പം നീന്തും പോലെ മുന്നോട്ട് നടന്നതോ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ചതോ പോലും അവൾ അറിഞ്ഞില്ല. അൾത്താരയ്ക്ക് മുന്നിൽ തനിക്കരികിലായി വന്നു നിന്ന ജാസ്മിനെ കണ്ടതും സ്റ്റെഫിൻ്റെ മുഖം വിടർന്നു. കണ്ണുകളിൽ അലതള്ളുന്ന അവളോടുള്ള പ്രണയത്തോടെ അവനാ പെണ്ണിനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ആ നേരത്തവൻ്റെ നോട്ടത്തെ നേരിടാൻ കഴിയാതെ ജാസ്മിൻ മിഴികൾ താഴ്ത്തിക്കളഞ്ഞു. ഈ നേരമൊക്കെയും പ്രിയപ്പെട്ടതെന്തോ കൈമോശം വന്ന കുട്ടിയുടെ വെപ്രാളത്തോടെ കണ്ണുകൾ കൊണ്ട് ചുറ്റുപാടും പരതുകയായിരുന്നു ആമി. കല്യാണം നടക്കുന്നത് മുന്നിലാ, വായ്നോട്ട് നിർത്തി അങ്ങോട്ട് നോക്ക്. തൊട്ടരികിൽ നിന്നും ഒരു കാറ്റ് പോലെ ആ സ്വരം കേട്ടതും അവളുടെ കണ്ണുകൾ പോലും നിശ്ചലമായി പോയിരുന്നു. വിരലുകൾ സാരിത്തുമ്പിൽ മുറുകി. ഞെട്ടിപ്പിടഞ്ഞ് മുഖം തിരിക്കുമ്പോൾ തൊട്ടരികിൽ നിൽക്കുന്നവനെ കണ്ട് ശ്വാസം നിലച്ചു പോകുമോ എന്നുപോലും അവൾ ഭയന്നു. പക്ഷേ അവൻ്റെ നോട്ടം അപ്പോഴും സ്റ്റെഫിനും ജാസ്മിനും മാത്രമാണെന്ന് തോന്നി. റയാൻ, എനിക്കൊരു അടക്കി പിടിച്ച സ്വരത്തിൽ അവൾ എന്തോ പറയാൻ ശ്രമിച്ചതും അവൻ അതിനെ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് വിരൽ ചൂണ്ടി. ആ നേരം സ്റ്റെഫിൻ്റെ മിന്ന് ജാസ്മിൻ്റെ മാറിൽ ചേരുകയായിരുന്നു. സ്റ്റെഫിൻ ജാസ്മിൻ്റെ കഴുത്തിൽ മിന്നു ചാർത്തി മന്ത്രകോടിയും അണിയിച്ചു. ശേഷം അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ അമർത്തി ചുംബിച്ചു. അത് കണ്ടു നിന്നവരെല്ലാം നിറഞ്ഞു പുഞ്ചിരിച്ചു. ക്യാമറ കണ്ണുകൾ അതെല്ലാം അതിമനോഹരമായി പകർത്തുകയും ചെയ്തു. ചടങ്ങുകളൊക്കെ പൂർത്തിയാകുകയും അതിഥികളെല്ലാം ഭക്ഷണം കഴിക്കാനും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം വധൂവരന്മാർക്കൊപ്പം ഫോട്ടോ എടുക്കാനും അവർക്ക് സമ്മാനം നൽകുവാനായി പോയി. കൺഗ്രാറ്റ്സ് അളിയ. സ്റ്റെഫിൻ്റെ അരികിലേക്ക് എത്തിയ റയാൻ പുഞ്ചിരിയോടെ അവന് നേരെ കൈനീട്ടി. പോടാ കോപ്പേ. അവൻ്റെ കോണോത്തിലെ കൺഗ്രാറ്റ്സ്. ഇപ്പോഴേലും കെട്ടിയെടുക്കാൻ നേരം കിട്ടിയല്ലോ നിനക്ക്. സാഹചര്യമോ തങ്ങളിരുവരെയും ഒപ്പിയെടുക്കാൻ നിരവധി ക്യാമറകളുമുണ്ടെന്ന കാര്യം പോലും മറന്നുകൊണ്ടായിരുന്നു സ്റ്റെഫിൻ്റെ പ്രതികരണം. തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് മാറി നിന്നതിലുള്ള ദേഷ്യം അവനിൽ അത്രയധികം ഉണ്ടായിരുന്നു. സോറി അളിയ, പറ്റിപ്പോയി, നീ ക്ഷമിക്ക്. റയാൻ ക്ഷമാപണത്തോടെ കെട്ടിപ്പിടിച്ചതും പിന്നീടൊന്നിനും കഴിയാത്ത പോലെ സ്റ്റെഫിനും അവനെ പുണർന്നു. അതുമാത്രം മതിയായിരുന്നു ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്ന പരിഭവം അലിഞ്ഞു തീരാൻ. അത് നോക്കി നിന്ന ജാസ്മിനും ആമിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ആ, നീ വാടാ, നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ? പെട്ടെന്നെന്തോ ഓർത്തുകൊണ്ട് സ്റ്റെഫിൻ റയാനെ പിടിച്ച് തൻ്റെ അരിയിലേക്ക് നിർത്തി. അപ്പോഴും അത് നോക്കി ഒരപരിചിതയെപ്പോലെ കുറച്ചു മാറി നിൽക്കുമായിരുന്ന ആമി വേഗം അവിടുന്ന് പിന്തിരിയാൻ തുടങ്ങിയെങ്കിലും അതിനു മുമ്പ് സ്റ്റെഫിൻ്റെ വിളി വന്നിരുന്നു. എടീ, നീ ഇതെങ്ങോട്ടായി ഓടുന്നേ? നിങ്ങൾ കെട്ടിയൻ്റെയും കെട്ടിയോളുടെയും കൂടെ പ്രത്യേകം ഫോട്ടോ എടുക്കാനൊന്നും നേരമില്ല. വന്ന് നിക്കടി കുരുപ്പേ. സ്റ്റെഫിൻ അത് പറഞ്ഞതും ആമിയുടെ നോട്ടം പാളി വീണത് റയാൻ്റെ മുഖത്തേക്കായിരുന്നു. അവൻ പക്ഷേ അതൊന്നും തൻ്റെ വിഷയമേ അല്ലാത്ത മട്ടിൽ ഫോണിൽ നോക്കി നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ടോ ഇതുവരെ ഇല്ലാത്തവണ്ണം ആ അവഗണന തന്നെ തളർത്തുന്നത് ആമയും അറിയുന്നുണ്ടായിരുന്നു. ആ, ആലോചിച്ച് നിൽക്കാതെ വന്ന് നിൽക്ക് കൊച്ചേ. സ്റ്റെഫിൻ ഒച്ച വെച്ചതും മുഖത്തൊരു പുഞ്ചിരിയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ആമി വേഗം ചെന്ന് ജാസ്മിൻ്റെ അരികിൽ നിന്നു. അത്രമേൽ മനോഹരമായ ആ ചിത്രവും ഓർമ്മിക്കപ്പെടേണ്ട ഏടുകളിലേക്ക് ചേർക്കപ്പെട്ടു. ആമിയും ജാസ്മിനും പരസ്പരം കെട്ടിപ്പുണർന്നുള്ള ഒരു ചിത്രം കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇരുവരും അവർക്ക് ആശംസകൾ നേർന്ന് സ്റ്റേജിൽ നിന്നിറങ്ങി. റയാൻ. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ആദ്യം പുറത്തേക്കിറങ്ങിയ റയാൻ്റെ പിന്നാലെ ഓടി വന്നുകൊണ്ട് ആമി വിളിച്ചു. അവളുടെ വിളി കേട്ടവൻ തിരിഞ്ഞു നിന്ന നേരത്ത് തന്നെയായിരുന്നു സ്റ്റെഫിൻ്റെ മമ്മി മോളി അങ്ങോട്ട് വന്നത്. എവിടെയായിരുന്നടാ കുരുത്തം കെട്ടവനെ നീ ഇതുവരെ? വന്ന വഴി അവൻ്റെ തോളിൽ ഒരടി വെച്ചു കൊടുത്തുകൊണ്ടായിരുന്നു അവരുടെ ചോദ്യം. ആ, മമ്മി എന്നാ അടിയാ അടിച്ചേ?
റയാൻ അടികൊണ്ട തോള് തടവിക്കൊണ്ട് മോളിയോട് പിറുപിറുത്തു. പിന്നല്ലാതെ നിന്നെ എന്നാ വേണമിടാ? കൂട്ടുകാരനല്ല കൂടപ്പുറപ്പാന്നും പറഞ്ഞ് നടന്നിട്ട് അവൻ്റെ കെട്ടിന് ഈ നേരത്താണോടാ കയറി വരുന്നത്? തിരക്കല്ലയോ മമ്മി? തിരക്കല്ല. ദേ ചെറുക്ക, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ. കല്യാണക്കാര്യം പോട്ടെന്ന് വെക്കാം. നീ എടുത്തു ചാടി കെട്ടിയതല്ലയോടാ ഈ പെങ്കൊച്ചിനെ. എന്നിട്ട് അതിനെ ഇവിടെ കളഞ്ഞെടുത്ത് വല്ലയിടത്തും പോയി കിടക്കാൻ നിന്നോട് ആര് പറഞ്ഞടാ? അരികിൽ നിന്ന് ആമിയെ ചൂണ്ടി മോളി ചോദിച്ചതും റയാന്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞിരുന്നു. ആമി അത് കൃത്യമായി കാണുകയും ചെയ്തു. എന്തുകൊണ്ടോ അവൻ്റെ ആ മാറ്റം അവളുടെ ഹൃദയത്തിലൊരു നീറ്റൽ പടർത്തി. സ്നേഹം കൊണ്ടൊന്നും ചേർന്നവരല്ല. പ്രണയത്തോടെ ഒരു നോട്ടം പോലും പരസ്പരം സമ്മാനിച്ചിട്ടുമില്ല. അവഗണനകൾ രണ്ടാൾക്കും ശീലവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ കാണുമ്പോൾ മാത്രം മങ്ങിപ്പോകുന്ന ആ മുഖം തീർക്കുന്ന നീറ്റൽ സഹിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ ആമിക്ക് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാനും ഒന്ന് അലറിക്കരയാനുമൊക്കെ തോന്നിപ്പോയിരുന്നു. എൻ്റെ മമ്മി, ഞാൻ എന്നാ ഒളിച്ചോടിപ്പോയത് വല്ലതുമാണോ? പോകേണ്ട കാര്യത്തിന് പോകാതിരുന്നാൽ കാര്യം നടക്കുമോ? ചെക്ക, ഒത്തിരി അങ്ങ് വിളച്ചിലെടുക്കരുത് നീ. പോത്തുപോലെ വളർന്നൊന്നും ഞാൻ നോക്കത്തില്ല. അടിച്ച് പുറം പൊളിക്കും, പറഞ്ഞേക്കാം. റൂബിയോ പോളച്ചായനോ എന്നെ ഒന്നും പറയത്തില്ല. എൻ്റെ പൊന്നു മോളമ്മേ, ഇങ്ങനെ ചൂടായി മോന്ത ചുവപ്പിക്കല്ലേ. കല്യാണത്തിന് വന്നവർക്ക് പെണ്ണ് മാറിപ്പോകത്തില്ലയോ? മോളിയുടെ താടിക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ കളിയാക്കി. പോടാ കുരുത്തം കെട്ടവനെ, തോന്നിയവസം പറയാതെ. മോളി വീണ്ടും കൈയൊങ്ങിയതും റയാൻ ചിരിച്ചുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. മതിയടാ സൂപ്പിച്ചത്. ചെല്ല്, റൂബിയും പോളിച്ചായനുമൊക്കെ അവിടെയുണ്ട്. നിന്നെ കണ്ടതും ഇങ്ങോട്ട് വരാൻ കയറ് പൊട്ടിച്ചതാ. പക്ഷേ അമ്മച്ചി വിട്ടില്ല, അതാ. നീ അങ്ങോട്ട് ചെല്ല്, ഈ കൊച്ചിനെയും വിളിച്ചോണ്ട്. ഞാൻ എല്ലാവരെയും ഒന്ന് മുഖം കാണിച്ചേച്ച് വരട്ടെ, അല്ലേ പിന്നെ അത് മതി. പറഞ്ഞിട്ട് ആമിയുടെ കവിളിലൊന്ന് തലോടിയിട്ട് ബന്ധുക്കളെ ആരോ കണ്ട് മോളി അങ്ങോട്ട് പോയി. ആ പുറകെ റയാനും ആമിയെ മൈൻഡ് ചെയ്യാതെ പോളക്കം നിൽക്കുന്നിടത്തേക്ക് നടന്നു. ആമി മാത്രം ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞിനെ പോലെ അവിടെ തന്നെ നിന്നു. മോളെ, തോളിൽ ആരുടെ കരസ്പർശമറിഞ്ഞ് ആമി തിരിഞ്ഞു നോക്കിയതും കണ്ടത് തന്നെ അലിവോടെ നോക്കി നിൽക്കുന്ന നന്ദനെയും പൂർണിമയുമായിരുന്നു. ഇരുവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ഇതുവരെ നടന്നതെല്ലാം കണ്ടിട്ടുണ്ടെന്ന്. എങ്കിലും ഉള്ളിലെ പിടച്ചൽ അവരെ അറിയാതിരിക്കാനെന്നോണം ആമിയൊന്ന് പുഞ്ചിരിച്ചു. മോള് വാ, നമുക്ക് കഴിക്കാം. ഇത്രയും നാൾ കൂടി വരുമല്ലേ, അവർ സംസാരിക്കട്ടെ. ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന കളരിക്കലുകാരെ നോക്കി നിന്നുകൊണ്ടായിരുന്നു നന്ദൻ പറഞ്ഞത്. എനിക്കിപ്പോൾ ഞാൻ അവളുമാരുടെ കൂടെ കഴിക്കാൻ വച്ച ഒഴിയാനായി അവൾ പറഞ്ഞെങ്കിലും നന്ദൻ അവളുടെ കൈ വിട്ടില്ല. അവരെല്ലാം കൂടിയല്ലേ മോളെ. നീ ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾക്കെന്തോ ഒറ്റയ്ക്ക് ഇരിക്കാനൊരു മടി പോലെ. പൂർണിമ കൂടി പറഞ്ഞതും വേറെ അവൾക്ക് വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. പിടിച്ച പിടിയാലെ അവർക്കൊപ്പം നടക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ആ ഒരുവനിൽ മാത്രം തളഞ്ഞിരുന്നു. മമ്മി, പോടാ അവിടുന്ന്. ഇപ്പോഴാണോ നിന്റെ മീറ്റിംഗ് കഴിഞ്ഞ്? പിന്നിൽ വന്ന് തൻ്റെ കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ച് വിളിച്ച റയാനെ തട്ടി മാറ്റിക്കൊണ്ട് ചോദിക്കുമ്പോൾ റൂബിയുടെ മുഖം പരിഭവത്താൽ കൂർത്തിരുന്നു. ആന്നേ, കഴിഞ്ഞ ഉടനെ ഞാൻ ഓടി വരുമല്ലായിരുന്നോ? എന്നാത്തിന്? ഇപ്പം നിന്നെ ആരാണ്ട് ഇങ്ങോട്ട് ക്ഷണിച്ചോ? പിണങ്ങല്ലേ മമ്മി. വരാൻ പറ്റാത്തോണ്ടല്ലേ? പറ്റാഞ്ഞല്ല, നീ വേണ്ടെന്ന് വെച്ചിട്ടാന്ന് പറയടാ. റൂബി പറഞ്ഞതും അവൻ ചിരിയോടെ തലകുനിച്ചു കളഞ്ഞു. പിന്നെ അരികിൽ നിന്ന പോളിനെ കെട്ടിപ്പിടിച്ചു. ഫ്ലൈറ്റ് ഡിലേ ഒന്നുമായിരുന്നില്ലല്ലോടാ? അദ്ദേഹം പുഞ്ചിരിയോടെ ചോദിച്ചു. ഇല്ല ഡാഡി. നീ ആമി മോളെ കണ്ടില്ലേ? അവിടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. പരസ്പരം സ്നേഹാന്വേഷണങ്ങൾക്കൊടുവിൽ റൂബി ചോദിച്ചതും റയാൻ്റെ മുഖം മങ്ങി. ഞാൻ കണ്ടായിരുന്നു. അവർക്കൊന്നും ഇപ്പോൾ പഴയ ദേഷ്യമൊന്നുമില്ലടാ. അതുകൊണ്ട് നീ അവരോട് ഒന്നും മനസ്സിൽ വയ്ക്കാതെ സഹകരിക്കണം കേട്ടോ. റൂബി പറഞ്ഞെങ്കിലും റയാൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാടാ നീയൊന്നും പറയാത്തെ? ആ കൊച്ചിനോട് നീ ഒന്നും മിണ്ടിയില്ലയോ? അവൻ്റെ മുഖം മാറിയത് കണ്ട് റൂബി വീണ്ടും ചോദിച്ചു. എൻ്റെ മമ്മി, എനിക്ക് വിശന്നിട്ട് വയ്യ. ഫ്ലൈറ്റിൽ നിന്ന് പോലും ഒരു തുള്ളി വെള്ളം കുടിക്കാതെയാ ഞാൻ വന്നത്. തൽക്കാലം പോയി വല്ലതും കഴിക്കാം. എന്നിട്ടാവാം അവളെ അവളുടെ വീട്ടുകാരെയും സൽക്കരിക്കുന്നതൊക്കെ. വിഷയം മാറ്റാനെന്ന പോലെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന ഭാഗത്തേക്ക് നടന്നു പോകുന്ന മകനെ കണ്ട് റൂബി പോളിനെ നോക്കി. അവൻ്റെ പെരുമാറ്റം ആശങ്ക നിറയ്ക്കുന്നതായിരുന്നെങ്കിലും ഭാര്യയ്ക്ക് മുന്നിൽ അത് പ്രകടിപ്പിക്കാതെ സാരമില്ലെന്ന മട്ടിൽ കണ്ണ് ചിമ്മി കാണിച്ചിട്ട് പോൾ അവരെ ചേർത്ത് പിടിച്ചു.